ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു വ്ളോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നോട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇച്ചിരി സുഖത്തിൻ്റെ ഇതുകൊണ്ട് കുറച്ച് തുമ്മലും ചീറ്റലും ഒക്കെ ഭയങ്കരമായിട്ടുണ്ട്. രാത്രി ഒരു 3 മണി കഴിയുമ്പോൾ വെളുപ്പിന് അങ്ങ് തുടങ്ങുവാണ് തുമ്മൽ. ഇത് എന്നാന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് തുമ്മലും ചീറ്റലും ഒക്കെ. പിന്നെ ഈ ഒരു ഇടതുകൈയുടെ ഷോൾഡറിന് ഒരു ശലം വേദനയൊക്കെ ഉണ്ട്. അത് ഇനിയിപ്പോൾ കൊളസ്ട്രോളിൻ്റെ ആണോ അതോ നമ്മൾ സ്കൂട്ടി ഓടിക്കുന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. കൊളസ്ട്രോൾ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അറിയത്തില്ല, ഇനി അറിയത്തില്ല. നമ്മൾ ഇപ്പോൾ 2-3 മാസമായി ഒന്ന് ചെക്ക് ചെയ്തിട്ട്. എന്നാൽ കൊളസ്ട്രോളും ഒക്കെ ഒന്ന് നോക്കി, ഇസ്നോഫീലിയയും ഒക്കെ ഒന്ന് നോക്കി രാവിലെ കൊണ്ട് ബ്ലഡൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ഒന്നും കഴിക്കാണ്ട് വേണമല്ലോ രാവിലെ തന്നെ നമ്മൾ പോയി ചെയ്യാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് പോയി അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് എൻ്റെ ചാച്ചൻ മരിച്ച ദിവസമാണ്. ചാച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ 8ാമത്തെ വർഷമാവുകയാണ് ഇന്ന്. അപ്പോൾ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അമ്പലത്തിൽ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്നില്ല, വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ എൻ്റെ ചാച്ചൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പിള്ളേർ വന്നിട്ടുണ്ട്. സന്തോഷിന് അവിടെ ഉണ്ട്, അച്ചുവും ശാന്തകുഞ്ചിയും കൊച്ചുമാളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ ജസ്റ്റ് അവർ പോയ പുറകെ ഒന്ന് കയറിപ്പോയായിരുന്നു. കയറി ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ സന്ധിക്കാണ് ഇറങ്ങി വന്നത്. ചേട്ടായി വരുമ്പോഴത്തേനും പറഞ്ഞു. പിന്നെ കടയിൽ കണ്ണൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ചോറ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കടയിൽ നിന്ന് കഴിക്കണം. ബാക്കി എല്ലാവരും കടയിൽ നിന്ന് കഴിക്കും. ചേട്ടായിക്ക് കടയിൽ നിന്ന് കഴിക്കാൻ മടിയാണ്. അതുകൊണ്ട് ഇന്നിപ്പം ഒന്ന് ജസ്റ്റ് ഓടിക്കയറി പോട്ടെ. ആദ്യം ഇപ്പോൾ പോയി ഇതെല്ലാം ബ്ലഡൊക്കെ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും കാപ്പിയൊക്കെ കുടിച്ചിട്ട് രാത്രി ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നുണ്ട്. രാവിലെ ഭയങ്കരമായിട്ട് വിശക്കും. ഇച്ചിരി എക്സസൈസൊക്കെ കൂടി ചെയ്യുന്നതുകൊണ്ടേ വിശക്കും. അപ്പം ഞാനിപ്പോൾ പോയി ബ്ലഡ് കൊടുത്തിട്ട് നേരെ തിരിച്ചു വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ എന്നാന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ദൈവമേ ഒന്നും കാണരുതേന്ന്. പക്ഷേ ഇസ്നോഫിലിയോടൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. എന്നാന്ന് വെച്ചാൽ ഭയങ്കര അത് എനിക്ക് തോന്നുന്നേ, എനിക്ക് ഈ അലർജി നമ്മുടെ ഈ വീടിൻ്റെ ഭിത്തി ഇങ്ങനെ ഇങ്ങനെ വീർത്ത് ചീർത്ത് വരുന്നില്ലേ, അത് തൂക്കുകയും തുടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴേ എനിക്ക് ഓവറായിട്ടാണ് കണ്ണെല്ലാം ചൊറിയുന്നതൊക്കെ. അപ്പം അതിൻ്റെ ഒരു അലർജിയും കൂടി ആണെന്ന് തോന്നുന്നു. പിന്നെ തുണിക്കടയിൽ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടുന്ന പോലെ വിമിഷ്ടം മുളക്കുണ്ട്. അപ്പോൾ തുണിക്കടയിൽ ഒരു പൊടിയുണ്ട്, അത് നമുക്കറിയാൻ പറ്റത്തില്ലെന്നുള്ളൂ എന്ന് പറഞ്ഞോളക്ക്. ഇപ്പോൾ ഈ ഭിത്തിയുടെ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ കിടക്കുന്ന ആ റൂം മൊത്തം ഇങ്ങനെ വീർത്തിരിക്കുക. അത് പെയിൻ്റ് അടിക്കാണ്ട് ഇനി ശരിയാവത്തില്ലെന്നാണ് തോന്നുന്നത്. അതാണെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കിയിട്ടൊക്കെ വരാം കേട്ടോ. വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ആരും വീഡിയോ ഇന്നത്തെ മിസ് ചെയ്യണം കേട്ടോ. അമ്മയും പിള്ളേരും എല്ലാവരും കൂടെ അടങ്ങിയ ചേച്ചിയൊക്കെ കൂടെ അടങ്ങിയ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. എന്നോട് വരണ്ടെന്ന് നിന്റെ അമ്മ. എന്റെ ചേച്ചി ഉണ്ടാക്കി കഴിഞ്ഞില്ലേ ബിരിയാണിയുടെ മണം വരുന്നു. അല്ല നിന്റെ നേരത്തെയൊന്നും വന്നില്ല നാത്തൂനൊന്നും. 4 മണിക്കൂർ മുമ്പേ വന്നു സ്കൂട്ടി. ഞാൻ നോക്കിയപ്പോ കഷ്ടനൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ആ മുറി. ദൈവമേ, കോഴിമലയ്ക്ക് പോയാ സത്യമായിട്ട് ഓർത്തു. എന്നാ വരുമായിരിക്കും ഇപ്പൊ. ഇതാ എന്നോട് വരല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഞാൻ വരത്തിട്ടായിരുന്നു. ഇന്ന് ഉറപ്പടി പറഞ്ഞില്ലായിരുന്നു. നാളെ വരാൻ വേണ്ടി ഇരുന്നാ. അല്ല അങ്ങനെ നീ എന്താ പറഞ്ഞത് നോക്ക്. അല്ല ഇറങ്ങ്. അല്ല വാന്ന് പറയും. ഇവിടെ വന്ന് ഞാൻ നാടൻ കേട്ടോ. എന്തിനു വന്നതാടി നീ? ആ പിള്ളേരെ വിരുന്നിന് വിളിച്ചേക്കുന്ന അവിടെ എന്തിനു വന്നത്? ഞാൻ കുമ്പടി സ്വാമിയാണോ അത്? ഇല്ല കണ്ടില്ല. അവരിൽ ആരും പറഞ്ഞ് വിട്ടു പോയതല്ലേ. ഇവരെ പറഞ്ഞ് ഞാൻ വരികയത്. ടിന്നിന്റെ വകുപ്പായി പറയുന്നത്. മൂത്രയാടത്തി വന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞിട്ട്, ഇളയാടത്തി വന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ ടിന്നിരുന്ന കണ്ടില്ലായിരുന്നു. എന്നാ പിന്നെ അത് നല്ലതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നമില്ല. നാളെ വന്നിട്ട് ഞാൻ പറയാം. സിന്ദൂരം മാത്രം കാണിക്കരുത്, സിന്ദൂരം മാത്രമേ കാണിക്കാവൂ. ശാന്തകുഞ്ചി പറഞ്ഞത് നല്ല ടോപ്പാണ് കേട്ടോ. അപ്പൊ അവരുടെ മോള് മേടിച്ചു തന്ന ടോപ്പ് ശാന്തകുഞ്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞ ദുബായിലുള്ള ഒരു കൊച്ചെനിക്ക് മേടിച്ചു തന്ന നല്ല തുണിയാണ്, നല്ല ഭംഗിയുണ്ട്, നല്ലതാണെന്നുള്ളൂ. ഞാൻ ഇതിട്ടുള്ളതോടുകൂടി ഈ അടുത്തോണ്ട് ചെയ്യുന്നു നൈറ്റി എടുത്തത്. അപ്പൊ എത്തി എന്നാ പറഞ്ഞു.
ക്യാമറ ഓണാക്കുമ്പോ ഇവിടെ ആർക്കും വായിലാക്കില്ല കേട്ടോ. ഞങ്ങളെങ്ങനെ ഡീസന്റാ, 10 രൂപ ഡീസന്റാ. നിങ്ങള് യൂട്യൂബർ ആയ പിന്നെ അവള് നല്ല ചുരിദാറൊക്കെ ഇട്ടേ നല്ല പാവാന്ന് പറഞ്ഞപ്പോ ഞാൻ ഉറങ്ങുമ്പോഴോ അവരായിട്ടിവിടെ ചിക്കൻ കറിക്ക് റെഡിയാകുന്നു. സിന്ധു അവിടെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നു. പിന്നെ ബിരിയാണി സാധനങ്ങളൊക്കെ റെഡി ആക്കണം. ഇവര് നേരത്തെ വന്നു അല്ലേ? ഇത് പിന്നെ രാത്രിക്കത്തേക്ക് ആയതുകൊണ്ട് രാത്രി തന്നെ സമയം ഇപ്പൊ ചൂടോടെ കഴിക്കുന്നല്ലേ നല്ല. സമയം 6 മണിയാവുന്നു. 6 5:52. ഓക്കെ. അപ്പൊ കട്ട്ലേറ്റ് എന്നാണെങ്കിലും ഞാൻ വന്നതല്ലേ, ഭയങ്കര ഡേറ്റ് ഒക്കെ അന്നേരം കട്ട്ലേറ്റ് കണ്ടിട്ട് ഒരു 2-3 വർഷമായെന്നാ തോന്നുന്നത്. അതുകൊണ്ട് 2 തിന്നില്ല. അല്ല ബിരിയാണിക്ക് ഡേറ്റ് ഉണ്ടോ? ബിരിയാണി വേണ്ട, ഞാൻ അതിന് മുന്നേ പോകുന്നില്ല. ഇല്ല അതിന് മുന്നേ പോകുന്നില്ല. എന്താണ് വന്നത്? ഇനി ഞങ്ങൾ തീരുമാനിക്കും പോണ കണ്ടെന്ന്. 67. അല്ല ചിപ്പി, നീ ശരിക്കുള്ള പറ. ഞാനത് നമ്മൾ തൂക്കുന്ന എടുക്കാൻ നേരത്തെ അത് ആദ്യം നോക്കേണ്ടി വരുന്നത്. അത് എടുക്കേണ്ടതായിരുന്നു വീഡിയോ. ഇനി അതെ എടുക്കേണ്ടതായിരുന്നു. ശരിക്കും മാറ്റമുണ്ട്. 2 കിലോ 2.5 കിലോ എടുത്ത് 79.9 90 ഗ്രാം 900 ഗ്രാം. അപ്പൊ 100 ഗ്രാമോ 200 അവളാ കേട്ടോ വീട്ടിൽ നോക്കുന്ന ഈ സമയം. ഞാൻ നേരെ സ്റ്റേണായിട്ട് ഇങ്ങനെ നീക്കിട്ട് പോകും. അത് കഴിഞ്ഞത് പിന്നെ വന്നപ്പോ 1 കിലോ കുറഞ്ഞു. പിന്നെ ഇപ്പൊ വന്നപ്പോ 2 കിലോ കുറഞ്ഞു. ഉഷേച്ചി 90 അല്ല, ഉഷേച്ചി 90 മണ്ടലുണ്ട്. സെഞ്ചുറി അടിക്കാൻ ഇനി അധികം ഇല്ലെന്നൊക്കെ പറഞ്ഞു. എടുക്കട്ടെ? എന്നോട് കാരണം പറയടി. ഞാൻ പോകാൻ ഇറങ്ങിയത് എല്ലാരും ബഹളം വെക്കും കേട്ടോ. ഞാൻ പോയിട്ട് നാളെ രാവിലെ വരാം കേട്ടോ ചിപ്പി പോളെ. ഇതെല്ലാരും കാട്ടോടി, നല്ല നന്ദുരക്കുട്ടി നല്ല ചിപ്പിക്കുട്ടി എന്ന് പറയാം. എല്ലാരും പറഞ്ഞോളൂ. അല്ല നാളെ രാവിലെ വരാം. ബിരിയാണിയുടെ ബാലൻസ് വല്ലതും ഉണ്ടോന്ന് നോക്കാൻ രാവിലെ വരാം. ശാന്തക്കുഞ്ച് വണ്ടി ഓടിക്കുന്നത് കണ്ടില്ലല്ലോ. അവന് ഇവൻ വണ്ടി ഓടിച്ച് കാണിക്കാൻ വന്ന. അയ്യോ ഇന്നലെ ഞാൻ സൂസമ്മ ചേച്ചിനെ കേറ്റിയായിരുന്നു. അല്ല അച്ഛനോട് ഞാൻ പറഞ്ഞ അച്ഛൻ എനിക്ക് ബുള്ളറ്റെ കയറാൻ എനിക്ക് ഭയങ്കര കുതിയാടാ. ഇന്നാള് കോട്ടയത്ത് ഭവൻ എന്നാലും എല്ലാം കറക്കിയത്. അല്ല കാറിൽ നമ്മൾ അല്ലാതെ പോയി. അല്ലാതെ മറ്റേ ഒരു പിലിപ്പിയാറിന് വയ്യാതെ കിടന്നപ്പോ ഒരു ആശുപത്രിയുടെ വാസം കൊണ്ട് വിട്ടൊക്കെ ഓർക്കുന്നില്ലേടാ? എന്താ അല്ല കല്യാണം കഴിഞ്ഞു വന്ന. കല്യാണം കഴിഞ്ഞ് പിലിപ്പിയാറിന് വയ്യാതായിട്ട് വന്ന. ആഹാ നീ എവിടെ നിന്നെങ്ങാണ്ട് ഇവിടുന്ന് ചിറ്റ ഞാൻ ലോൺ എടുത്ത് അന്നേരം അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഇതായിരുന്നു ഞാൻ തുടങ്ങാനായിട്ട്. ഇവിടെ ഒരു പലിശ കുറവാന്നൊക്കെ പറഞ്ഞ ഏതോ ഒരു ബാങ്കോ സാധനമൊക്കെ എന്നെ കാണിച്ചില്ലേ? ഏതോ ഒരു ബാങ്കൊക്കെ കാണിച്ചു തന്നായിരുന്നു കണ്ടോ. അതിനാ അയ്യോ ചേച്ചി ഇപ്പൊ വന്ന് അല്ല അത് ആ പാരഡൈസിനോട് 10 പേര് നിൽക്കുന്നവർക്ക് വന്ന് പറയാകി ചേച്ചിക്ക് ഞാനൊരു പപ്സും ചായ മേടിച്ചു തരാം. ഞാൻ ഇച്ചിരി കാശുകാരിയെന്ന് ആരെങ്കിലും പറയുമ്പോ നല്ലതല്ലേ? റാമാനെ കണ്ടിട്ട് കുറെ ദിവസമായില്ലേ എല്ലാരും. ചേച്ചി വന്നപ്പോ താഴെ ഇറങ്ങിപ്പോ എന്നെ കൊണ്ട് പറ്റത്തില്ല ഇറങ്ങി വരാൻ. അതാ ഞാൻ ഇറങ്ങി വരാത്തെ. ഒട്ടും അമ്മുന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അമ്മു ഒരുങ്ങിയപ്പോ സുന്ദരി കുട്ടിയായിരുന്നു. ഹാഫ് സാരി കൊടുത്തപ്പോഴോ ആണോ? ഒരു പൊട്ട് കൊടടോ അത്. അമ്മ ചേച്ചി മോളോട് ചെന്നിട്ട് ഒരു പൊട്ട് കൊടടോ. അല്ല ചെരുപ്പൊക്കെ ദൂരിട്ട് ഏതായാലും മക്കളുടെ അടുത്ത് എണ്ണിട്ടൊന്നും നിൽക്കേ. അമ്മൂമ്മയുടെ
അമ്മയുടെ മനസ്സ് നിറഞ്ഞുള്ള പ്രാർത്ഥന മഴയാണ് അത് മതി ആ മക്കൾക്ക് കാണിക്കണം. അല്ല ചെരുപ്പില്ല കാലേലും കയ്യിലും ഒന്നും പിടിക്കണ്ട കേട്ടോ. കാലേലും കയ്യിലും മൊത്തം പിടിക്കണ്ട. മക്കൾക്ക് നല്ല ഇതായിട്ട് എടാ കൊച്ചേ അച്ചു വന്നപ്പോ ഇതിന്റെ ചീനയിലാണല്ലോ ഒരു കണ്ണ്. അതെന്റെ അമ്മായിയമ്മ അതാന്ന് പറയടാ. ലക്ഷണം ഉണ്ടോ? ഞാൻ വന്നില്ല. ഇനി അവരോട് ദക്ഷിണ വെച്ചാ നേരെ തിരിച്ച് മറ്റേ അമ്മച്ചി പിടിച്ച കല്യാണത്തിന് ഓ ശരിയാ പിടിക്കാൻ പറ്റില്ല. കൊല്ലു കാണുമോ പൈസ ഞാൻ ഗൂഗിൾ പേ സെൻഡ് ചെയ്യാം. അമ്മായി വന്നപ്പോ തന്നെ മാളൂന് ഒരു ഉടുപ്പ് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാളൂന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. മാളൂന് ഇഷ്ടപ്പെട്ടു. ഇത് അമ്മൂന്ന് ബാക്കിയല്ലോടി. അമ്മു പറയുന്ന അതുണ്ട്. അപ്പൊ അവര് തൂക്കുപാലം കാണാൻ വേണ്ടിട്ട് പോവാ കേട്ടോ. കിച്ചു അല്ല കിച്ചുക്കുട്ടനും ജിപ്പി എല്ലാം കൂടെ തൂക്കുപാലം കാണാൻ പോവാ. പറ്റും. അപ്പൊ പോവാ കേട്ടോ. അവര് തൂക്കുപാലം ഒക്കെ കണ്ടിട്ട് കുട്ടായുടെ അവിടെയാണ് ഇന്ന് ഉച്ചക്കത്തെ ഊണും കാര്യങ്ങളും. അതിനാ നീ അവിടെ കാണുന്നില്ലേ? ആ ഇറക്കിട്ടോ. എന്റെ ദൈവമേ തൂക്കുപാലം കാണാൻ പോകുന്നത് സന്തോഷമാ. എന്താ പൊന്നെ. അമ്മൂമ്മ പൂട്ടര ഓ എളുപ്പം വന്നേക്കണം അങ്ങോട്ട് കേട്ടോ. കുട്ടായമ്മ അയച്ചം വരും. എളുപ്പം വന്നേക്കണം. ഞാനും അങ്ങ് വരുവോ. കുട്ടായമ്മ അയച്ചം വരും. എന്റെ ദൈവമേ. കുട്ടായമ്മാന് ഭയങ്കര ദേഷ്യം വരും. പെട്ടെന്ന് വന്നേക്കണം. കുട്ടായമ്മാന് ദേഷ്യം വരുമെന്ന്. എന്നാടി നിതിമോളെ ബിരിയാണി ആണോടി? അല്ലേ? ഇന്ന് ചോറാണോ? എവിടെ കുട്ടായോടെ വരുമ്പോ കാണാതെ അങ്ങോട്ട് പോവാണേ. എങ്ങോട്ട്? അയ്യോ താഴോട്ട് ഇറങ്ങി വരാനേ എന്നെ കൊണ്ട് പറ്റത്തില്ല. അമ്മ എനിക്ക് ഇറങ്ങി വന്നില്ല. ഇറങ്ങി വന്നിട്ട് 2-3 ദിവസം എനിക്ക് ഭയങ്കര പനിയായിരുന്നേ. അവരപ്പുറത്ത് അമ്മു 2 ആഴ്ചക്കുള്ളിൽ വരും. അന്നേരം ഇവിടെ കയറി വന്നിട്ട് വിളിക്കാം. അതായത് ഞാൻ ഈയിടെ 2-3 പറിച്ചായിരുന്നു. ആര് പറഞ്ഞു? ഞാൻ ഇന്നലെ 2 അങ്ങനെ നോക്കണം. അവിടെ എവിടെയാലും ചിലപ്പോൾ കാണും. ഉണ്ടാവുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ആഴ്ചയാണ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേടി. അല്ല അവിടെ ഉണ്ടോ? ശ്രീകുണ്ടോടെ ഉണ്ടോ? അവിടുത്തെ പേരെല്ലാം വെട്ടിക്കളഞ്ഞു. ഏത് ഏത്? അത് മൂത്താ. ഭയങ്കരമായിട്ട് തൊണ്ടയ്ക്ക് വേദനയും തലവേദനയും. അതിന് ഞാൻ വേണ്ട തുളസി ഇല, പനിക്കൂർക്ക ഇല, പൊടിയില, പിന്നെ എന്നതാ ഇഞ്ചി, ഉള്ളി, കുരുമുളക്, ഇത്രയും സാധനം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചു. കൊടിയില കണ്ണം പറിച്ചുകൊണ്ട് തന്നു കേട്ടോ. കണ്ണൻ അപ്പുറത്തുണ്ടായിരുന്നു, പണിയുന്നുണ്ടായിരുന്നു, അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് കൊടിയില പറിച്ചുകൊണ്ട് തന്നു. ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന്, എനിക്കറിയത്തില്ല, ഇവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോഴൊക്കെ ഒരു ഭയങ്കര അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിൽ പോകണമെന്നൊക്കെ കരുതി ഇന്നലെ കിടന്നത്. പക്ഷേ എനിക്ക് രാവിലെ എനിക്കിപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റത്തിരുന്ന. അന്നേരം ഒരു മൂടൗട്ടായിരുന്നു. പിന്നെ അവിടെ വീട്ടിൽ കയറിപ്പോയി പിള്ളേരുടെ കൂടെ കുറേ സമയം അടിച്ചു പൊളിച്ചപ്പോഴത്തേനും ഒരു സന്തോഷമായിരുന്നു. പക്ഷേ തിരിച്ച് ഇവിടെ വന്ന് ഇപ്പോൾ വീണ്ടും എനിക്കൊരു അസ്വസ്ഥത കാര്യം. അപ്പം ഞാൻ എന്നെ ചെയ്തു, ചേട്ടായി ഉണ്ണാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഉണ്ണാനും വന്നില്ല. അല്ലെ പിന്നെ കൂട്ടുകാരോട്ട് അവരുടെ കൂടെ അങ്ങ് പോയിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് മൈൻഡ് മാറിയേനെ. എത്രയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയെന്ന് പറയുന്നത് അത് അത്രയും വിലപ്പെട്ടത് തന്നെയാണ്. കാരണം എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് മനസ്സിൽ നിന്ന്
അത് മാത്രം നമുക്ക് മറക്കാൻ പറ്റത്തില്ല നമ്മുടെ അല്ലേ, ഒരു കാരണവശാലും മറക്കാൻ പറ്റത്തില്ല. അപ്പം ഇന്ന് ഇവിടെ രണ്ടാമത് തിരിച്ചു വന്നൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പം ചാച്ചൻ്റെ കാര്യവും ചാച്ചൻ എൻ്റെ മക്കളെ നോക്കുന്ന കാര്യമൊക്കെ ഓർത്തു ഇച്ചിരി ശകല സങ്കടമായിപ്പോയി. ഇതൊരു നല്ല ഹാപ്പി വീഡിയോ ആണ് കേട്ടോ. എന്നാലും ചാച്ചൻ്റെ കാര്യം ഓർത്തപ്പോൾ ഒരു ചെറിയൊരു വിഷമവും സങ്കടവും, ഇനി നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഓർത്തപ്പോൾ ഒരു ഇച്ചിരി വിഷമമൊക്കെ വന്നു. ഭയങ്കര തൊണ്ടയ്ക്ക് വേദനയും ഭയങ്കര തലവേദനയും. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഒന്ന് ആവിയൊക്കെ കൊണ്ടേക്കാന്ന് ഓർത്ത് എല്ലാം തിളപ്പിച്ച് കൊണ്ട് വെച്ചതാണ്. ആവി പിടിക്കാൻ വേണ്ടി ബെഡ്ഷീറ്റും എടുത്തുകൊണ്ടിട്ടു. അപ്പം ഇങ്ങനെയാണോ നിങ്ങളൊക്കെ ആവി പിടിക്കുന്നത്? എനിക്ക് ചുക്കില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇഞ്ചി നല്ലൊരു ഹാപ്പി വീഡിയോ ആയിരുന്നു. പക്ഷേ ഈ ദിവസം തന്നെ ചാച്ചൻ്റെ ഒരു ഓർമ്മ ദിവസം ആയപ്പോഴത്തേനും പെട്ടെന്ന് ആ ഒരു ചിന്ത വന്നപ്പോഴത്തേനുമേ വീട്ടിൽ ചെന്നേ അവൾ ചോദിക്കുകയും ചെയ്തു, സിന്ധു ചോദിച്ചു അമ്പലത്തിൽ പോയില്ലേടിന്ന്. സന്തോഷവും ശാന്തകുഞ്ചിയും കിച്ചുകൊണ്ടുകൊണ്ട് രാവിലെ അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യമായിട്ട് പറ്റിയില്ല. അല്ല ഞാൻ എല്ലാ വർഷവും പറ്റുന്ന മാതിരി എനിക്ക് പറ്റുന്ന വർഷങ്ങളിലാണ് പോകുന്നതാണ്, പോയൊരു വ്രത നമസ്കാരവും നെയ്വിളക്കൊക്കെ കത്തിക്കുന്നതാണ്. ഇന്നത് പറ്റിയില്ല, പോട്ടെ സാരമില്ല. അപ്പം ബ്ലഡൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ വീണ്ടും പോയി വീട്ടിൽ അമ്മയുടെ അടുത്തും പിന്നെ അച്ചുവിൻ്റെയും സന്തോഷിൻ്റെയും ഒക്കെ അവിടെ എല്ലാം പോയി എല്ലാവരെയും കണ്ടിട്ട് തിരിച്ചു വന്ന വഴി മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. കൊളസ്ട്രോൾ എന്തായാലും നോർമലാണ്, കൂടാണ്ട് നോക്കിയാൽ മാത്രം മതി. നോർമലാണ് കേട്ടോ, കൊളസ്ട്രോൾ ഇല്ല. പക്ഷേ ഇസ്നോഫീലിയ 1000 സംതിങ് കണ്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് അത് കൂടുതലാണ് കേട്ടോ, അത്ര ഒരിക്കലും ആകാൻ പാടില്ല, ഭയങ്കര കൂടുതലാണ് തോന്നുന്നു. അപ്പോൾ അതും നോക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നാളെ ഒരു ഡോക്ടറെ പോയി കണ്ടിട്ടേ ഞാൻ വിചാരിക്കുന്നു ആയുർവേദത്തിൽ കൊണ്ടുപോയി ഒന്ന് നോക്കാമെന്ന്. കാരണം ഹോമിയോ കുറേ നാൾ ഞാൻ കഴിച്ചു, 1 വർഷത്തിന് മുകളിൽ കഴിച്ചു, എന്നിട്ട് എനിക്കൊരു കുറവില്ല. നിർത്തുമ്പോൾ വീണ്ടും ഇത് തന്നെ പരിപാടി. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ട്രീസനും അങ്ങനെ കുറേ, പിന്നെ എൻ്റെ ഒരു ചേച്ചിക്കുട്ടി ഒരു മരുന്നിൻ്റെ ഒരു 3 മാസം അടുപ്പിച്ച് കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞാൽ അത് തന്നു, അത് ഞാൻ കഴിച്ചു നോക്കി. വീടെ കൃഷ്ണമോളുടെ അവിടെ പോയപ്പോഴത്തേക്കും റീന അവൾക്ക് ഇങ്ങനെ അലർജിയുടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ടാബ്ലറ്റ് തന്നു, അത് ഞാനൊരു ഇപ്പം അവിടെ പോയിട്ട് വന്നപ്പോൾ മുതൽ അതാണ് കഴിക്കുന്നത്. അത് കഴിച്ചു നോക്കി, എന്നിട്ട് ഒന്നും എനിക്ക് അത് കഴിക്കുമ്പോൾ ഓക്കെ, പിന്നെ അന്നത്തേന് വലിയ പ്രശ്നങ്ങളില്ല, ഭയങ്കര ഉറക്കം വരവും കാര്യങ്ങളും ക്ഷീണവും ഒക്കെ ഉള്ളൂ. പക്ഷെ അത് കഴിയുമ്പോൾ പിറ്റേ ദിവസം ഗുളിക മുടക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അങ്ങനെ ആവും. അതുകൊണ്ട് നാളെ ആയുർവേദത്തിൽ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ചവനപ്രാവശ്യം ആ കൊച്ചു പറഞ്ഞു, ഇത് നോക്കിയ കൊച്ചു പറഞ്ഞു, ചേച്ചി നല്ലൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ശ്വാസമുട്ടലും ഭാവിയിലൊക്കെ ആവുന്നു. അപ്പോൾ എനിക്ക് നടക്കുമ്പം വിഷമം ഒക്കെ ഉള്ളത് കൊളസ്ട്രോളിൻ്റെ അല്ലായിരുന്നു, ഈ ഇസ്നോഫീലിയയുടെ ഒരു അസ്വസ്ഥത ഉള്ളതുകൊണ്ടാണ് കേട്ടോ, ചങ്കിനൊക്കെ പ്രശ്നമായിട്ട് ഇങ്ങനെ ഒരു വിമ്മിഷ്ടം ഉള്ളത്. അപ്പോൾ അതിനെന്തായാലും പോയി നാളെ പോയി നീ കാണാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മയുടെ അടുത്തൊക്കെ പോയി എന്നാ പറയുന്നത് റേഷനും ഒക്കെ മേടിച്ചു. തിരിച്ച് ഞാൻ വന്ന് റേഷനൊക്കെ മേടിച്ച് വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചേട്ടായി ഫുഡ് കഴിക്കാനായിട്ട് ചിലപ്പം വരും. ഇന്നലെ വന്നായിരുന്നു, ഇന്നും ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഉച്ചയ്ക്ക് ചേട്ടായിക്ക് റെഡിയാക്കുക ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ കുട്ടായിലോട്ട് പോയില്ല. ഇന്ന് കുട്ടായിട്ട് അവിടെയാണ് പിന്നെ അച്ചുക്കുട്ടനും മാളും സിന്ധുവും സന്തോഷവും എല്ലാം ഇന്ന് ഉച്ചയ്ക്ക് അവിടെയാണ് കേട്ടോ. അപ്പം നിതിമോള് വന്നിട്ടുണ്ടായിരുന്നു. അവള് പറഞ്ഞു, സിന്ധു അപ്പച്ചി കുട്ടായി പപ്പായെ വിളിച്ചാൽ മതി കേട്ടോ, എന്നിട്ട് ഓട്ടോയ്ക്ക് വന്ന് മുകളിലോട്ട് കൊണ്ടുപോകണം കേട്ടോ എന്നൊക്കെ എന്നോട് വന്ന് പറഞ്ഞു. അവരോടും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുട്ടായോട്ട് കയറി പോയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിന് ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ വരാൻ പറഞ്ഞായിരുന്നു, അതിൻ്റെ കൂടെ റേഷനും മേടിക്കണമായിരുന്നു, അതിൻ്റെ കൂടെ വന്ന് ചേട്ടാക്കി ചോറും ഒക്കെ റെഡി ആക്കണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ചേട്ടാ ഇപ്പോൾ സമയം 12 1:30 2 ആറാകുമ്പോഴത്തേനെ ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് ഒരു തോരൻ വെക്കണം. ബാക്കിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പം എല്ലാം ഓക്കെ ആക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ. പിള്ളേർ വന്നു എന്നാ പറഞ്ഞാലും സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചു. അച്ചു കുഞ്ഞുങ്ങളെ ആയിട്ട് പിന്നെ തൂക്കുപാലത്തിൻ്റെ അവിടെ പോയേക്കാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമായി. ഇന്നുമായിട്ട് അവർ തിരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. അപ്പം കുറേ ദിവസം കൂടി ഒത്തിരി സന്തോഷമായി. പിന്നെ കൊളസ്ട്രോൾ ഇല്ലത് കേട്ടപ്പോൾ ഒത്തിരി സമാധാനവും സന്തോഷമായി. കാരണം ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്ത് തന്നെയാണ്, മരുന്നൊന്നും എടുത്തില്ല. നന്നായിട്ട് കൊളസ്ട്രോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 3 മാസം മുമ്പ് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ചീത്ത കൊളസ്ട്രോൾ ആയിരുന്നു ഭയങ്കര കൂടുതൽ. അപ്പം 2 നോർമലാണ്. ഇനി ചേച്ചി ഇതേപോലെ തന്നെ കൺട്രോൾ ചെയ്താൽ മതി, മരുന്നൊന്നും കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു തരാറുണ്ട്, സിന്ധു അമ്മ ഇത് ചെയ്താൽ മതി, സിന്ധു അത് ചെയ്താൽ മതി, സിന്ധു ചേച്ചി ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ കുറേ പ്രായമുള്ളവരും പ്രായം കഴിഞ്ഞവരും ഒക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ നോക്കിയാണ് കേട്ടോ എൻ്റെ ബോഡി വെയിറ്റ് ഇത് ആയതും കൊളസ്ട്രോൾ ഒക്കെ ആണെങ്കിലും കൺട്രോൾ ചെയ്ത്. അത് ഞാൻ നെക്സ്റ്റ് പറയാം എൻ്റെ നന്നായിട്ട് മാറി കഴിയുമ്പം വണ്ണമൊക്കെ കുറയുന്നതിൻ്റെ ഗുട്ടൻസ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളത്. എല്ലാവർക്കും ഇഷ്ടമായതൊക്കെ ആയിരുന്നു. ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. കൂടാതെ ആ ബെൽ ബട്ടനോട് ഒന്ന് ഇടിച്ചു പിടിച്ചേരാം കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.